celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ആദ്യകാല മലയാളികളുടെ സംഘടനയായ പയനിയർ ക്ലബ് ഓഫ് കേരളൈറ്റ്സ് ഈ വർഷം 7 ആദ്യകാല മലയാളികളെ ആദരിക്കുന്നു. കേരള സെന്റർ സ്ഥാപകൻ EM സ്റ്റീഫൻ, വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ആദ്യകാല നേതാവ് KG ഗിഗ്രി, കവയത്രി LC യോഹന്നാൻ ശങ്കരത്തിൽ, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വൈസ് ചെയറും എഴുത്തുകാരനുമായ ജോർജ് എബ്രഹാം, അവിഭക്ത ഫൊക്കാന മുൻ പ്രസിഡന്റും ഗുരുകുലത്തിലെ സാരഥിയും ജനനി മാസിക പത്രാധിപരുമായ J മാത്യൂസ്, TV വർഗീസ്, മാത്യു തോയാലിൽ എന്നിവരാണ് ഈ വർഷം ആദരവ് ഏറ്റുവാങ്ങാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തവണത്തെ ആനുവൽ റെക്കഗ്നേഷൻ ഡേ ഒക്ടോബർ 5 കേരള സെന്ററിൽ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നതായി പ്രസിഡന്റ് ജോണി സക്കറിയ അറിയിച്ചു. രാഷ്ട്രീയ ചായോ മതമോ ഇല്ലാത്ത സംഘടനയാണിത്. പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സ്പോൺസർമാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഡോക്ടർ ജോൺ ബെഞ്ചമിൻ MD ആണ് മുഖ്യാതിഥിയും പ്രധാന പ്രഭാഷകനുമായി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മലയാളി സമൂഹത്തിനു വേണ്ടി സമർപ്പിത സേവനങ്ങൾ കാഴ്ചവെച്ച ആദ്യകാല അമേരിക്കൻ മലയാളികളെയാണ് അന്നേ ദിനത്തിൽ ആദരിക്കുക. ലിസ്റ്റിലെ ഓരോ വ്യക്തിയും അംഗീകാരത്തിന് അർഹരാണെന്ന് ജോണി സക്കറിയ കൂട്ടിച്ചേർത്തു. യോഗ്യരായ 30 അംഗങ്ങളിൽ നിന്നും 7 പേരെ തിരഞ്ഞെടുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് എളുപ്പമല്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘടനയുടെ ഈ വർഷത്തെ അവസാനത്തെ പൊതുപരിപാടിയാണിത്. നവംബറിലെ ജനറൽ ബോഡിയിലും തിരഞ്ഞെടുപ്പിലും പങ്കെടുക്കാനുള്ള അവസരം പണമടച്ച് രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. രജിസ്റ്റർ ചെയ്ത അംഗങ്ങളുടെ പട്ടിക ജനറൽ ബോഡി യോഗത്തിന് മുമ്പ് പ്രസിദ്ധീകരിക്കും. വയനാട് ഡിസാസ്റ്റർ ഫണ്ടിനായുള്ള അപേക്ഷകളും അനുബന്ധ രേഖകളും എത്തുന്നതായും പണം വിതരണം ഉടൻ ആരംഭിക്കുമെന്നും ജോണി സക്കറിയ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.